ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 35 രൂപ മുതൽ തുടങ്ങുന്ന ചെടികളുടെ ഒരു ഓഫർ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ പ്ലാന്റ്സും 35 ഇതിൽ ചില ചെടികളെല്ലാം 35 രൂപയ്ക്കാണ് നൽകുന്നത്. 60 രൂപയ്ക്ക് താഴെയുള്ള പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ മിനിമം 3 പ്ലാന്റ്സെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുവരെ ഓഫർ വീഡിയോയിൽ ഇടാത്ത ഒരുപാട് വെറൈറ്റീസ് ഇത്തവണ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് മണിമുല്ല പ്ലാന്റ് ആണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും മണിമുല്ല നന്നായി പൂത്ത് കിടക്കുന്നൊരു സമയമാണല്ലേ. നിങ്ങളെല്ലാം ഈ ഒരു കാഴ്ച ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ തിങ്ങി നിറഞ്ഞു പൂക്കുന്ന വേറൊരു ക്രീപ്പർ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു വെറൈറ്റിക്ക് ഈ ഓഫറിൽ വരുന്നത് വെറും 60 രൂപ മാത്രമാണ്. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് ബ്രൺഫെൽസിയ പ്ലാന്റ് ആണ്. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുകയും ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഈ 3 നിറത്തിലുള്ള പൂക്കളും കൂടി ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒരുപാട് മെച്ചുറാകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ പൂക്കളായി തുടങ്ങും. ചെറിയ പ്ലാന്റ്സിൽ പോലും നമ്മളിപ്പോൾ അയച്ചു തരുന്ന പ്ലാന്റ്സിൻ്റെ ആ ഒരു സൈസിൽ പോലും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയങ്ങളിലും ഓൾ സീസണായിട്ട് പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റാണ്. ഒരുപാട് പരിചരണം ഇല്ലാതെ തന്നെ നമുക്ക് കൂടുതൽ മെയിൻ്റെനൻസ് ഒന്നുമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നിക്കാഡിയ പ്ലാന്റ് ആണ്. ഈ നിക്കാഡിയ പ്ലാന്റ് കൂടുതൽ പേർക്കും നശിച്ചു പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം ഓവർ വാട്ടറിങ് ആണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് നിക്കാഡിയ പ്ലാന്റ്. നല്ല മഴയാകുന്ന സമയത്ത് നിങ്ങൾ പോട്ടിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ്. 35 രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് വരുന്നത്. 6 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഒരു പ്ലാന്റിനാണ് 35 റുപ്പീസ് വരുന്നത്. നെക്സ്റ്റ് വൺ അലമാൻഡ പ്ലാന്റ് ആണ്. അലമാൻഡയുടെ പിങ്ക് ഷെയ്ഡ് 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു ഓഫറിൽ 70 രൂപയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മജന്ത ഡെയ്സി ആണ് കേട്ടോ. മജന്ത ഡെയ്സി അങ്ങനെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതല്ല, മൾട്ടി പെറ്റലാണ്. നല്ല ഭംഗിയുള്ളൊരു മജന്ത ഷെയ്ഡിലുള്ള പൂക്കൾ. പിന്നെ ഈ ഡെയ്സിയുടെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഫ്ലവറിങ് കഴിയുമ്പോഴേക്കും അടുത്ത പ്ലാന്റ്സ് അടിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്ന് വീണ്ടും പൂക്കളുണ്ടാകും. നെക്സ്റ്റ് വൺ ഒരു പുതിയ വെറൈറ്റിയാണ് മർമലേഡ് ബുഷ്. ഇത് ആദ്യം മുതലേ നമ്മൾ സെയിൽ ചെയ്തിരുന്നു, എന്നാൽ ഓഫർ വീഡിയോയിൽ ഇത് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇതിന് ഫയർ ബുഷ് എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയാണ്. ഓറഞ്ച് ആൻഡ് യെല്ലോ ഷെയ്ഡിലുള്ള ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 120 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ ഗ്ലോറി ബവർ പ്ലാന്റ് ആണ്. 130 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ എന്ന പേരിലെല്ലാം ഇതറിയപ്പെടുന്നുണ്ട്. എല്ലാ സമയങ്ങളിലും ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഗ്ലോറി ബവർ. റെയർ വെറൈറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. ചെറിയ പ്ലാന്റാണ് 130 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക് ജാസ്മിൻ ആണ് കേട്ടോ. പിങ്ക് ഷെയ്ഡിൽ മുട്ടുകൾ വന്ന് വിരിയുമ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും. നല്ല സുഗന്ധമുള്ളൊരു ക്രീപ്പർ പ്ലാന്റാണ് ഈ പിങ്ക് ജാസ്മിൻ. നിറഞ്ഞ് പൂത്ത് കിടക്കും. നമ്മുടെ മണിമുല്ലയൊക്കെ പോലെ തന്നെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നൊരു ക്രീപ്പർ കൂടിയാണ് പിങ്ക് ജാസ്മിൻ്റേത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ്. ഏഞ്ചലോണിയ പ്ലാന്റിൻ്റെ പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ്. അതിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊരു സ്രബ് വെറൈറ്റി കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിറഞ്ഞു നിന്നിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. 35 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പെലോണിയ റിപ്പൻസ് ആണ്. ഇതിനെ സ്മോക്കിംഗ് ബിഗോണിയ, അതുപോലെ ഹാങ്ങിങ് ബിഗോണിയ എന്ന പേരിലെല്ലാം വിളിക്കാറുണ്ട്. സ്മോക്കിംഗ് പ്ലാന്റ് എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ഫ്ലവറിൽ നമ്മൾ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ വെള്ളത്തുള്ളികളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുക വരാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് പൻഡാനസ് പ്ലാന്റ് ആണ്. പൻഡാനസ് ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ടും അല്ലാതെ പോട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയുള്ളൊരു ചെടി കൂടിയാണ്. നെക്സ്റ്റ് വൺ റെഡ് ഇക്സോറയുടെ വലിയ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ്. മിനിയേച്ചർ ടൈപ്പ് അല്ല കേട്ടോ, ഹൈബ്രിഡ് അല്ല, നാടൻ വെറൈറ്റി തന്നെയാണ്.
എന്നാൽ ഈ നാടൻ വെറൈറ്റി ഇതിൽ ഉൾപ്പെടുത്തിയതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും പൂക്കളുണ്ടാകുന്ന പ്ലാന്റുകളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാടൻ വെറൈറ്റി ഇക്സോറ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് മെഡിനില്ല പ്ലാന്റ് ആണ്. വെനില പ്ലാന്റ് എല്ലാ ഓഫറിലും ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് യെല്ലോ അബൂട്ട്ലോൺ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം മെച്ചുറായ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ ഒരു ഓഫറിൽ 100 രൂപയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അബൂട്ട്ലോൺ ഒരു സ്രബ് വെറൈറ്റിയാണ്, അഥവാ കുറ്റിച്ചെടിയാണ്. ഓൾ സീസണാണ്. എല്ലാ സമയങ്ങളിലും ഇതുപോലെ ഇതിലിങ്ങനെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് വൺ ബ്രൺഫെൽസിയാണ്. ഇതൊരു കസ്റ്റമർ ഫ്ലവർ ആയ ശേഷം ഇട്ട് തന്ന പിക്കാണ് കേട്ടോ. അടുത്തത് ഒരാളും കൂടെ ഇട്ട് തന്ന പിക്കും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊരു 3-4 മാസം മുമ്പ് അവർക്ക് പ്ലാന്റ് കിട്ടി നല്ല ഹെൽത്തിയായി ബുഷിയായി നിൽക്കുന്നൊരു ഫോട്ടോ അവരെനിക്ക് അയച്ചു തന്നതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലേ. നെക്സ്റ്റ് വൺ വരുന്നത് പീലിയ പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ പീലിയ പ്ലാന്റ്. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഓവർ വാട്ടറിങ് ആവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വൈറ്റ് കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ. മൾട്ടി പെറ്റൽ വൈറ്റ് കമേലിയയുടെ പ്ലാന്റിന് 170 രൂപയാണ് പ്രൈസ് വരുന്നത്. തീരെ ചെറിയ പ്ലാന്റ് അല്ല, ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം മൊട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ്. നെക്സ്റ്റ് വൺ ബ്ലീഡിങ് ഹെർട്ടാണ്. ഇതും ഒരു സ്രബായിട്ടും ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റിയതാണ്. നിങ്ങൾക്ക് പോട്ടിൽ വളർത്തി വെട്ടി നിർത്തി കുറ്റിച്ചെടിയായിട്ട് അങ്ങനെയും പൂക്കളുണ്ടാകും. ഇനി പടർന്ന് കയറാൻ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് ബ്ലീഡിങ് ഹെർട്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ ടൈഗർ അബൂട്ട്ലോൺ ആണ് കേട്ടോ. അബൂട്ട്ലോണിൻ്റെ യെല്ലോ നമ്മൾ നേരത്തെ കണ്ടു, സെയിം തന്നെയാണ്. ഇത് ടൈഗർ അബൂട്ട്ലോൺ. ഓറഞ്ച് ആൻഡ് യെല്ലോ ഒരു ലൈൻ വരുന്ന ടൈപ്പാണ്. ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ ഇതിനെ നമുക്ക് വളർത്താം. എല്ലാ സമയങ്ങളിലും ഈ അബൂട്ട്ലോൺ പ്ലാന്റിൽ പൂക്കളുണ്ടാകും. അടുത്തതായിട്ട് വിൻ്റർ ജാസ്മിനാണ്. ഇത് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കേട്ടോ. ഇത് കുറ്റിച്ചെടിയല്ല, അല്പം ക്രീപ്പ് ചെയ്ത് പോവാതെ തന്നെ ഇതിൽ പൂക്കളാവാറുണ്ട്. എന്നാൽ കുറച്ച് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ് വിൻ്റർ ജാസ്മിൻ. ജാതിമല്ലി എന്ന പേരിലെല്ലാം ഇതറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മറ്റു പേരുകൾ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ നെയിം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ഭയങ്കര ഭംഗിയുള്ള നല്ല എന്താ പറയുക, കണ്ടാൽ ആർക്കും ഒരു ആകർഷണം തോന്നുന്ന പൂക്കളാണ് ഈ ബേർഡ് ഓഫ് പാരഡൈസിന്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ബേർഡ് ഓഫ് പാരഡൈസ്. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തിയാലും ഇതിൽ പൂക്കളുണ്ടാവും. ഇതിൻ്റെ ലീഫും നല്ല ഭംഗിയായിരിക്കും. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാലും പ്ലാന്റിന് അങ്ങനെ ഡാമേജ് വരാറില്ല. നെക്സ്റ്റ് വൺ കാർഡിനൽ ക്രീപ്പറാണ്. ഹൈപ്പോമിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 490 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ സമയങ്ങളിലും ഈ ഒരു ക്രീപ്പറിൽ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇതിന് വേര് പിടിപ്പിച്ചെടുക്കാൻ കുറച്ചൊരു താമസമാണ്. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങനെ പ്ലാന്റ് ഡാമേജ് ആയി പോവാറില്ല. ഇതിൻ്റെ അടിയിലൊരു ബൾബ് ഫോം ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് അഥവാ വല്ല കാരണവശാലും നശിച്ചു പോയാലും വീണ്ടും ഇതിൽ നിന്ന് എന്തായാലും തൈകൾ ഉണ്ടായി വരുന്നതാണ്. നെക്സ്റ്റ് വൺ പ്രൈഡ് ഓഫ് ഇന്ത്യയാണ്. ഇത് കോമൺ ആയിട്ട് മണിമരുത് എന്നുള്ള പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഞങ്ങൾ റോഡ് സൈഡുകളിലൊക്കെ കാണാറുണ്ടാകും ഇതിൻ്റെ പ്ലാന്റ്. എന്നാൽ ഇതിനെ പോട്ടിൽ നിങ്ങൾക്ക് വളർത്തി കുറ്റിച്ചെടിയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതൊരു സ്രബ് വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ യെല്ലോ ഇക്സോറയാണ്. നമ്മൾ നേരത്തെ കാണിച്ച റെഡ് ഇക്സോറ പോലെ തന്നെ നാടൻ വെറൈറ്റിയാണ്. വലിയ പൂക്കളുണ്ടാകുന്ന ബഞ്ചായിട്ട് നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. മിനിയേച്ചർ ടൈപ്പ് അല്ല, ഹൈബ്രിഡ് അല്ല, നാടൻ വെറൈറ്റിയാണ് കേട്ടോ. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇതാണ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ജസ്റ്റീഷ്യ പ്ലാന്റ് ഒരുപാട് ഓഫറുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വീണ്ടും ഇത് ഓഫറിൽ ഉൾപ്പെടുത്താൻ കാരണം ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സും വാങ്ങിക്കുന്ന ഒരു പ്ലാന്റാണ് ജസ്റ്റീഷ്യ പ്ലാന്റ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരുപാട് പരിചരണമില്ല എന്ന് മാത്രമല്ല കട്ടിങ്സ് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ സെൻറ്റ് ജോൺസ് വേർട്ടാണ്. യെല്ലോ മെൽസ്ട്രോമ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് സെൻറ്റ് ജോൺസ് വേർട്ട്.
അല്പം മെച്ചുറായി കഴിഞ്ഞാലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് പ്ലാന്റ് അത്യാവശ്യം വലുതായി എന്നാൽ പൂക്കളില്ലാന്ന്. ഇതിനെ പെട്ടെന്ന് ഇങ്ങനെ നീട്ടി വളർത്തി വിടാണ്ട് അതിനെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. കട്ടിങ്സ് അല്ല, നമ്മൾ വേര് പിടിപ്പിച്ച തൈകളാണ് അയച്ചു തരുന്നത്. നമുക്ക് കടകളിൽ നിന്നൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുമ്പോൾ അല്പം വാടിയിട്ടാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പറിച്ച് കഴിക്കാനായിട്ട് സാധിക്കും. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ്. ഇത് ഡോഫ് വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാന്റ് സൈസ് എല്ലാവരും ശ്രദ്ധിക്കണം. അധികം ഹൈറ്റായ പ്ലാന്റ് ആയിരിക്കില്ല, എന്നാൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും. ഈ പ്ലാന്റ് കെട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലത്തെ മണ്ണ് ഒഴിവാക്കാണ്ട് കവർ കീറി അതേപടി നിങ്ങൾ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ബ്ലൂ പാസിഫ്ലോറയാണ്. ബ്ലൂ പാസിഫ്ലോറ എല്ലാ സമയങ്ങളും പൂക്കൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ചെറിയ തൈകളിൽ നമ്മളിപ്പോൾ അയച്ചു തരുന്ന ആ തൈകളിൽ പോലും ചിലതിലൊക്കെ ബഡായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മെച്ചുർ ആവാതെ പൂക്കളുണ്ടാകുന്ന ക്രീപ്പിംഗ് പ്ലാന്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അതിനൊക്കെ അനുയോജ്യമായൊരു പ്ലാന്റാണ് ഈ ബ്ലൂ പാസിഫ്ലോറ പ്ലാന്റ്. 60 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ തമ്പർജിയ ഇറക്റ്റ. ഇതൊരു സ്റ്റെപ്പ് വെറൈറ്റിയാണ്. എന്നാൽ ഇതിൽ പൂക്കളില്ലാത്ത സമയം കാണാറേ ഇല്ല. നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റിലായാൽ പോലും മൊട്ടും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സമയത്തും ചെറിയ പ്ലാന്റിൽ പോലും ഇതിലെന്നും നിറഞ്ഞ് പൂക്കളാണ്. പോട്ടിലും നിലത്തൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ തമ്പർജിയ ഇറക്റ്റ. 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ജെയ്ഡാണ് കേട്ടോ. 400 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഈ ബ്ലൂ ജെയ്ഡിൻ്റെ ഒരു പ്രത്യേകത, റെഡ് ജെയ്ഡിലാണെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരു 3 തവണയൊക്കെയാണ് പൂക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ബ്ലൂ ജെയ്ഡിൽ ഏകദേശം എല്ലാ സമയങ്ങളിലും ആ ഒരു അടഞ്ഞ മഴക്കാലത്തൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ്. ബ്ലാക്ക് ലോക്കസ്റ്റ് പ്ലാന്റിൻ്റെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇതൊരു മരമായി പോകുന്നതാണോ, കുറേ വലിയതായിട്ടാണോ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നതെന്ന്. ഞങ്ങളിപ്പോൾ കണ്ടല്ലോ, ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട്. നെക്സ്റ്റ് വൺ പിങ്ക് ബഡ്ലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം ഈ പൂക്കൾ അങ്ങോട്ട് വിരിഞ്ഞു തുടങ്ങിയാൽ ഇതിൻ്റെ ചുറ്റും നിറച്ചും പൂമ്പാറ്റകളും തേനീച്ചകളും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഈ ഒരു ഇതിൽ തന്നെ കണ്ടില്ലേ, ഇതുപോലെ എപ്പോഴും നിങ്ങൾ ഈ ഫ്ലവർ ആയി തുടങ്ങിയാൽ ഇതിൽ നിറഞ്ഞ പൂമ്പാറ്റകളായിരിക്കും. പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നും ഇതിൽ പൂമ്പാറ്റകളെ കാണാറുണ്ട്. അതുകൊണ്ടാണിത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നുകൂടി അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വൈറ്റ് റോസിഡോ ആണ് കേട്ടോ. യെല്ലോ റോസിഡോ ആണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. വൈറ്റ് റോസിഡോ കുറച്ച് കാലേ ആയിട്ടുള്ളൂ നമുക്ക് നഴ്സറികളിലൊക്കെ എത്തിത്തുടങ്ങിയിട്ട്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം പൂക്കളൊക്കെ ആയി തുടങ്ങിയ മെച്ചുവർ പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ്. ഇത് നല്ല പ്യുവർ വൈറ്റ് അല്ല, ഒരു ലെമൺ വൈറ്റ് ആണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. അത്യാവശ്യം നന്നായി വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് നല്ല വൈറ്റായി മാറുന്നത്. ഇത് ഡ്വാഫ് വെറൈറ്റി കൂടിയാണ്. ഒരുപാട് വലിയ പ്ലാന്റുകളല്ല. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ യെല്ലോ ടെക്കോമയാണ്. യെല്ലോ ടെക്കോമയുടെ ഡോഫ് വെറൈറ്റി അല്ല കേട്ടോ, ചെറിയ സൈസല്ല, അത്യാവശ്യം വലുതായി പോകുന്ന മരം പോലെ നിൽക്കുന്ന, ഇതെല്ലാവരും ചോദിക്കുന്നൊരു വെറൈറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് വൺ വരുന്നത് കാസിബൈ ഫ്ലോറയാണ്. കാസിബൈ ഫ്ലോറ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാൽ അത്ര കോമൺ അല്ല. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇത് ചെറിയൊരു കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ കനേഡിയൻ കൊന്നയിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന പോലെ ഇതുപോലെ കണ്ടോ നിറച്ചും പൂക്കളായിരിക്കും എല്ലാ സമയങ്ങളിലും. ഇടയ്ക്ക് നല്ലൊരു മഴയത്ത് മാത്രമാണ് ഇതിലങ്ങനെ പൂക്കൾ കാണാത്തത്. ഇത് വിത്ത് ഉപയോഗിച്ചും കട്ടിങ്സ് ഉപയോഗിച്ചും പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഓറഞ്ച് ടെക്കോമയാണ്. ഓറഞ്ച് ടെക്കോമയുടെ വലിയ പൂക്കളല്ല കേട്ടോ, ഒരു മിനിയേച്ചർ ടൈപ്പ് ചെറിയ പൂക്കളാണ് ഇതിനത് ചില്ലി ടെക്കോമ എന്നൊക്കെ പറയാറുണ്ട്.
ഈ പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് കൂടുതലും നമ്മൾ ഈ ഒരു ഓഫറിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 80 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസും. നെക്സ്റ്റ് വൺ വരുന്നത് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ലോലിപോപ്പിൻ്റെ അതുപോലെ തന്നെ പൂക്കളുള്ള വലിയ പ്ലാന്റുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സൈസായിരിക്കും ലോലിപോപ്പ് പ്ലാന്റ് വരുന്നത്. നെക്സ്റ്റ് വൺ എലിയോ കാർപ്പസ് ആണ്. ജിംകി കമ്മൽ എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു പ്ലാന്റ്, ഇത് മൊട്ടിട്ട് നിൽക്കുന്നതും പൂവായതിനു ശേഷമുള്ള 2 വീഡിയോ ഞാനിതിൽ കാണിക്കാം കേട്ടോ. മൊട്ടായി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കണ്ടില്ലേ? കുനുകുനാന്ന് മൊട്ടായിട്ട് നിറഞ്ഞ് ഇതിൽ എന്താ പറയുക, ഇനി ഒരു നോഡിൽ പോലും മൊട്ട് വരാത്തൊരു ഭാഗം ഇതിലില്ല. അത്രയും ബഡ്സാണ് ഇതിൽ വന്ന് നിൽക്കുന്നത്. ഇനി അത് പൂക്കളായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടോ, ഇതുപോലെ നിറച്ചും തൂങ്ങി കിടന്ന് ഫുള്ള് പൂക്കളായിരിക്കും. ഇതാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ. 2-3 മാസത്തോളം ഈ പൂക്കൾ ഇതുപോലെ തന്നെ നിലനിൽക്കും. അത് കൊഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വീണ്ടും ഇതിൽ ബഡ്സ് വന്ന് പൂക്കളുണ്ടായി തുടങ്ങും. ഇതിൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 140 രൂപയ്ക്ക് ഇതിൽ സെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക് കമേലിയാണ്. പിങ്ക് കമേലിയയുടെ മൾട്ടി പെറ്റലാണ്. ഒരു റോസാപ്പൂവിൻ്റെ പോലെയാണ് ഈ ഒരു കമേലിയ പ്ലാന്റ് തോന്നിക്കുന്നത് അല്ലേ? എന്നാൽ ഇതൊന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ 3-4 മാസത്തോളം ഈ പൂക്കൾ ഇതുപോലെ തന്നെ നിൽക്കാറുണ്ട്. ഇതാണ് 170 രൂപയുടെ പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ ബിഗ്നോണിയ ക്രീപ്പറാണ് കേട്ടോ. ഇതങ്ങനെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണാറില്ല. നമ്മുടെ കാറ്റ്സ് ക്ലൗവിൻ്റെ ഒക്കെ ഒരു പൂവിൻ്റെ ഷേപ്പാണ്. എന്നാൽ നല്ല പിങ്ക് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ. ഇത് ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റി അല്ല. നമ്മുടെ പെട്രിയ പ്ലാന്റൊക്കെ പോലെ ഒരല്പം ക്രീപ്പ് ചെയ്ത് പോകും. എന്നാൽ നല്ല ഹാർഡി ആയിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 100 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക് ലൻഡാനയാണ്. ഇതൊരു ഡോഫ് വെറൈറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ പിങ്ക് ലൻഡാനയുടെ. ഈ ഒരു സൈസിലുള്ള പൂക്കളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് വൺ ആമസോൺ ബ്ലൂ ആണ്. ആമസോൺ ബ്ലൂ ഒരുപാട് ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റീഷയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ആമസോൺ ബ്ലൂവും ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സും വാങ്ങിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. സ്ലോ ഗ്രോത്ത് അല്ല, നല്ല ഫാസ്റ്റ് ഗ്രോത്താണ്. അതുകൊണ്ട് പെട്ടെന്ന് വളർന്ന് തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടായി കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് അലമാണ്ടയുടെ മിനിയേച്ചർ ടൈപ്പാണ്. ഇത് യെല്ലോ അലമാണ്ടയാണ്. കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു ടൈപ്പല്ല, മിനിയേച്ചർ ടൈപ്പാണ്. ബുഷിയായി നിന്നിട്ട് നിറച്ചും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല, നല്ല കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന് മറ്റൊരു പ്രത്യേകത, ഒരുപാട് മെച്ചറാവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കളുണ്ടാവുന്നുണ്ട്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവുകയും ചെയ്യും. നെക്സ്റ്റ് വൺ പാരിജാതമാണ്. പാരിജാതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണെങ്കിലും അങ്ങനെ കോമൺ ആയിട്ട് നഴ്സറികളിലൊന്നും ലഭിക്കാറില്ല. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിന്. ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ പാരിജാതം പ്ലാന്റ്. 210 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ ഹണിസക്കിൾ. ഹണിസക്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്ലാന്റാണ്. ഞാൻ ഒരുപാട് ഓഫർ വീഡിയോയിലും അല്ലാതെയൊക്കെ ഈ ഒരു പ്ലാന്റ് കാണിച്ചിട്ടുണ്ട്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. മാത്രമല്ല 3 ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. വൈറ്റ്, ഓഫ് വൈറ്റ്, ഗോൾഡൻ കളറ്. 50 രൂപയുടെ പ്ലാന്റ് സൈസ് ഇതാണ്. നെക്സ്റ്റ് വൺ പിങ്ക് ബ്ലീഡിംഗ് ഹാർട്ടാണ് കേട്ടോ. ഇത് പിങ്ക് ഷെയ്ഡിൽ, പിങ്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് വൈറ്റ് ആൻഡ് റെഡ് ആയിരുന്നു. ഒരുപാട് പരിചരണം ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച, ഇനിയിപ്പോൾ പ്ലാന്റ് മെച്ചുറായി കഴിഞ്ഞാൽ ഒരാഴ്ച നനവ് കൊടുത്തില്ലെങ്കിൽ പോലും ഈ പ്ലാന്റ് അങ്ങനെ ഡാമേജ് ഒന്നും ആവാതെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റിയാണ് ഈ ബ്ലീഡിംഗ് ഹാർട്ട് പ്ലാന്റ്. ക്രീപ്പറായിട്ടും വളർത്താം, കുറ്റിച്ചെടിയായിട്ടും വളർത്താം. ഇതിപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടില്ലേ, ചെറിയ പ്ലാന്റിൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. എല്ലാത്തിലും പൂക്കളായിട്ടുണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് വൺ റിബൺ ബുഷാണ്. ഇതിനെ പഴുതാര ചെടി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതൊരു കാറ്റസ് വെറൈറ്റി പോലെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പോട്ടിലൊക്കെ ഇതുപോലെ ബുഷിയാക്കി നിർത്തിയാൽ കാണാൻ വളരെ ഭംഗിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർഡീനിയ പ്ലാന്റ് ആണ്. ഗാർഡീനിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിന്. നല്ല തൂവെള്ള നിറത്തിലുള്ള പൂക്കളായിരിക്കും. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്.
ഒരുപാട് മെച്ചറാവാതെ ഫ്ലവർ ആകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഗാർഡിനിയ പ്ലാന്റ്. നെക്സ്റ്റ് വൺ മധുമാലതിയുടെ ഡ്വാഫ് വെറൈറ്റി കേട്ടോ. പൂക്കളുള്ള വലിയ പ്ലാന്റാണ് ഇത്തവണ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ചെറിയ പ്ലാന്റുകളായിരുന്നു ഓഫറിലുണ്ടായിരുന്നത്. ഇത്തവണ പൂക്കളൊക്കെയുള്ള വലിയ പ്ലാന്റാണ് ഇതിലുള്ളത്. ഇത് ക്രീപ്പർ ടൈപ്പല്ല, സ്ട്രബായി നിൽക്കുന്ന പ്ലാന്റാണ്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. കോഡ് അവൈലബിൾ അല്ല. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.